ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ ഇതാ എല്ലാരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ നല്ല അടിപൊളിയായിട്ട് നട്ട് നനച്ചു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ, അങ്ങനെ ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തുള്ള 2 പ്രവർത്തനങ്ങളാണ് കേട്ടോ. അതിനകത്തുള്ള 2 പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നട്ട് നനച്ച് എന്ന് പറയുന്ന പാഠഭാഗം നല്ല അടിപൊളിയായിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. കുറെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളില് കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? അപ്പൊ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നതിന്റെ നേരെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണോ അതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്കറിയാം അല്ലെ, കൃഷി ചെയ്യാൻ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ അല്ലെ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഈ പാഠഭാഗം വായിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, ആയുധങ്ങളാണെങ്കിലും ഉപകരണങ്ങളാണെങ്കിലും യന്ത്രങ്ങളാണെങ്കിലും ഒക്കെ പല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ലേ? അതിലൊന്നാണ് നമ്മുടെ ട്രാക്ടർ അല്ലെ. നമുക്കറിയാം അല്ലെ, നമ്മുടെ വയലിലൊക്കെ എന്താണ് ഈ ട്രാക്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ട്രാക്ടറിന്റെ ചുറ്റും എന്ത് ചെയ്യാം? ഒന്ന് വരച്ചു കൊടുക്കാം അല്ലെ. റെഡി അല്ലേ? ഇനി അടുത്തത് ഇതാ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, നമ്മളെ അരിവാളുണ്ട് അല്ലെ. നമ്മൾ എന്താണ് പുല്ലരിയാൻ വേണ്ടിയിട്ടും അതുപോലെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണം അല്ലെ, നമുക്ക് ഈ അരിവാളിന്റെ ചുറ്റും എന്ത് ചെയ്യാം? വരയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ നിങ്ങള്? ഇതെന്താ സാധനം? യെസ്, നമ്മളിങ്ങനെ മാന്താൻ വേണ്ടിയിട്ടൊക്കെ അല്ലെ, മണ്ണ് മാന്താൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉപകരണമാണ് അത്. അതും നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനു ചുറ്റും നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മൾ ഇതാ ഇങ്ങനെ വരച്ചു കൊടുത്തു അല്ലെ. റെഡി അല്ലേ? ഇനി നോക്കിയേ നിങ്ങള്, ഇതെന്താണിത്? ഇത് നമ്മുടെ സ്റ്റെതസ്കോപ്പ് ആണ് അല്ലെ. അത് നമ്മൾ എന്തായാലും കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. റിമോട്ട് ഉപയോഗിക്കാറില്ല, മിക്സി, ചിരവ, ഇതൊന്നും നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്, എന്നാലും അതൊന്നും എന്തിനു ഉപയോഗിക്കാറില്ല? നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറില്ല അല്ലെ. എന്നാ ഇവിടെ ഒരാളെ കാണുന്നില്ലേ നിങ്ങള്? ആരാണിത്? യെസ്, നമ്മളുടെ ആരാണിത്? നമ്മളുടെ പടന്ന അല്ലെ. നമ്മൾ പടന്ന എന്ന് പറയാറുണ്ട്, കൈക്കോട്ട് എന്ന് പറയാറുണ്ട്, തൂമ്പ എന്ന് പറയാറുണ്ട് അല്ലെ. പല രീതിയിൽ നമ്മൾ അതിനെ പല നാട്ടില് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. എന്താണ് ഇത് സംഭവം? യെസ്, നമ്മൾ കൊത്താനും കിളയ്ക്കാനും ഒക്കെ അല്ലെ, കൃഷി ചെയ്യുന്ന സമയത്ത് ആ പറമ്പൊക്കെ നന്നായിട്ട് കൊത്താനും അതുപോലെ കിളച്ചിടാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് ഇതിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇത്. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഏതൊക്കെ ഉപകരണങ്ങളാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെ. ഇത് റെഡി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ട്രാക്ടർ ഉണ്ട്, നമ്മുടെ അരിവാളുണ്ട്, നമ്മുടെ മാന്തി ഉണ്ട് അല്ലെ, നമ്മുടെ കൈക്കോട്ട് അല്ലെങ്കിൽ പടന്ന, തൂമ്പ എന്നൊക്കെ പറയുന്ന ഉപകരണമുണ്ട്. റെഡി അല്ലേ മക്കളെ? അടുത്തതാ നമ്മുടെ ചങ്ങാതിത്തത്ത എന്ന് പറഞ്ഞ ഒരു പ്രവർത്തനം അല്ലെ, ഒരു ആക്ടിവിറ്റി നമുക്ക് ഉണ്ടായിരുന്നേ. ചങ്ങാതിത്തത്ത. എന്താണ് ചങ്ങാതിത്തത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതാണ് ഈ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? യെസ്, നമ്മുടെ തത്തമ്മേനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും തത്തമ്മയുടെ എന്തോ പ്രവർത്തനമാണോ എന്ന്. അങ്ങനെയാണോ? യെസ്, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. ഇതാ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെ. ഇതിനകത്ത് കുറേ അക്ഷരങ്ങളില്ലേ, ഒരുപാട് അക്ഷരങ്ങളില്ലേ. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എന്ത് എഴുതാനാണ് നമ്മളോട് പറയുന്നത്? യെസ്, ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഈ അക്ഷരങ്ങളൊക്കെ വരുന്ന ഓരോ വാക്കെങ്കിലും നമ്മളോട് എന്ത് ചെയ്യാൻ പറയാണ്? കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറയാണ്. കുറെയൊക്കെ എന്താണ് ഈ പാഠഭാഗത്ത് തന്നെ ഉണ്ട് അല്ലെ. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പുതിയ പുതിയ വാക്കുകളിലൊക്കെ വരുന്ന അക്ഷരങ്ങളല്ലേ ഇതൊക്കെ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഓരോ വാക്കുകൾ വീതം നോക്കിയാലോ? 1ഉം 2ഉം ഒക്കെ വാക്കുകൾ മിസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. എന്താ നോക്കിയേ, ആദ്യം ഷാ വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം കേട്ടോ. ഷാ അല്ലെ, ഷാ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ സന്തോഷമുണ്ട്, അതുപോലെ നമ്മുടെ കൃഷിയുണ്ട്, നമ്മുടെ മഷിയുണ്ട് അല്ലെ. എല്ലാത്തിലും ഏത് അക്ഷരമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഷാ അല്ലെ. ഷാ എന്ന് പറയുന്ന അക്ഷരം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെഡി അല്ലേ? അടുത്ത നോക്കിയേ നിങ്ങൾ, ഞാൻ എന്താ അല്ലെ, സിന്ദൂരം, മന്ദാരം, ചന്ദനം എന്നൊക്കെ പറഞ്ഞെഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ ഏത് അക്ഷരമാണ് റിപ്പീറ്റ്? യെസ് അല്ലെ, ഈ അക്ഷരം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. റെഡി അല്ലേ? അടുത്ത നോക്കിയേ നിങ്ങൾ, തിങ്കളുണ്ട്, ചെങ്കതളി ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് 2ല് ഏതാണ് അക്ഷരം? നമ്മുടെ ഗ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാ ഓരോ അക്ഷരം വെച്ചിട്ട് നമ്മൾ 1ൽ കൂടുതൽ വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ. അടുത്ത നോക്കിയേ നിങ്ങൾ, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലെ. ഫല
ഫലം അല്ലെങ്കിൽ ഫലിതം അല്ലെ, ചില നാട്ടിലേക്കൊക്കെ ഫ എന്നൊക്കെ ഇത് ഉച്ചരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഇതാ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ, ഭ എന്ന് പറയുന്ന അല്ലെ, ഭ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അടുത്ത നോക്കിയാൽ നിങ്ങൾ വവ്വാലുണ്ട്, ചൊവ്വാഴ്ചയുണ്ട് അല്ലെ. ഇതിനകത്ത് ഏതക്ഷരാണ്? ഏതക്ഷരാണ്? നമ്മുടെ വ അല്ലെ, വവ്വാൽ. ചൊവ്വ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ വ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. അടുത്ത നോക്കി നിങ്ങൾക്ക് പാഠം അല്ലെ, നമുക്ക് പാഠഭാഗം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇന്ന പാഠം, ഇത്രാമത്തെ പാഠം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതുപോലെ പഠനം അല്ലെ, പഠനം നമ്മൾ പഠിക്കുന്നത് അല്ലെ, പഠിക്കുന്നത്. അവിടെ ഏത് അക്ഷരാണ്? യെസ്, ട കഴിഞ്ഞിട്ടുള്ള ഠ എന്ന് പറയുന്ന ആ അക്ഷരം അല്ലെ. അടുത്ത നോക്കിയാൽ നിങ്ങൾ യെസ്, തണ്ണിമത്തനുണ്ട്, മണ്ണുണ്ട്, കണ്ണാടി ഉണ്ട് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അത് ഏതക്ഷരം വെച്ചിട്ടുള്ളതാണ്? നമ്മുടെ എണ്ണ അല്ലെ, എണ്ണ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടുള്ള 3 വാക്കുകൾ നമ്മൾ അവിടെ എഴുതി അല്ലെ. അടുത്ത നോക്കിയാൽ നിങ്ങൾ ശിരസ് ഉണ്ട്, ഉഷസ് ഉണ്ട് അല്ലെ. ഇവിടെയൊക്കെ ഏതാണ് അക്ഷരം? യെസ്, സ അല്ലെ, സ എന്ന് പറയുന്ന അക്ഷരം വരുന്ന വാക്കുകളാണ്. ഇതുപോലെ ഇതാ നമുക്കിവിടെ ഭ എന്ന് പറയുന്ന അക്ഷരം അല്ലെ, ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യെസ്, നമ്മുടെ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഈ പരിചയമുള്ള ഒരു അക്ഷരമാണ് അല്ലെ. അവിടെ ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് പേരാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? യെസ്, നമ്മുടെ അബ്ബാസ് എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഭ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടുള്ള മറ്റൊരു വാക്ക് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പരിചയമുള്ള ഒരു വാക്കാണ് മിസ് പറയാൻ പോകുന്നത്. ഏതാണെന്നറിയാവോ? നമ്മുടെ കുബൂസ് ഇല്ലേടാ, കുബൂസ് നമ്മളൊക്കെ കഴിക്കാറില്ലേ? നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ കുബൂസ്? യെസ്, ആ കുബൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വാക്ക് അല്ലെ, ഈ ഒരു അക്ഷരം വരുന്ന വാക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുബൂസിനെ നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങളോട് എന്ത് ചെയ്യില്ല, മറന്നു പോയില്ല അല്ലെ. അപ്പൊ ഇതാ നമ്മൾ ഇത്രയും അക്ഷരങ്ങൾ അല്ലെ, ഇത്രയും അക്ഷരങ്ങൾ വെച്ച് വരുന്ന വാക്കുകളാണ് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രവർത്തനം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെയുള്ള ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാട്ടോ. ബൈ.